തൗഹീദാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുന്ന ഈമാനാകുന്ന ഈ നിധി പണ്ട് തന്നെ സഹാബാക്കൾ ആ നിധി റബ്ബ് നൽകിയത് കാരണത്താൽ എന്ത് ചെയ്യണം? റബ്ബിന് വേണ്ടി കിടന്ന് ഒഴിച്ചാൽ മതിയോ? എഴുത്ത് കൊടുത്താൽ മതിയോ? കരൾ കൊടുത്താൽ മതിയോ? റബ്ബേ വേണ്ടത് നീ പിടിച്ചോ, ഞങ്ങൾ നിട്ട് എത്ര ചോര വേണമെങ്കിൽ ചോര, എത്ര എന്ത് ഞങ്ങൾ നിട്ട് വേണമെങ്കിൽ പിടിച്ചോ, നീ ഞങ്ങൾക്ക് ആ കർസ് തന്നതിന്റെ പകരം, ആ നിധി തന്നതിന് പകരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത് സഹാബാക്കൾ. അതാണ് നാം കേട്ട പദ്യത്തിലൂടെ പഠിച്ചത്. വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ, ഞങ്ങൾ സന്മാർഗികളാകില്ലായിരുന്നേനെ, അല്ലാഹ് നമ്മെ സന്മാർഗികളാക്കിയിട്ടില്ലെങ്കിൽ, വലാ തസദ്ദഖ്ന, നാം ധർമ്മം ചെയ്യുകയില്ലായിരുന്നേനെ, വലാ സല്ലൈന, ഞങ്ങൾ നമസ്കരിക്കുകയില്ലായിരുന്നേനെ, ഫഅൻസിലൻ സകീനതൻ അലൈനാ, കൻസ് തന്ന ഉടമേ ഞങ്ങൾക്ക് ഞങ്ങൾ മുഅ്മിനീങ്ങളാക്കിയ മുസ്ലിങ്ങളാക്കിയ ഈമാനിലേക്ക് ഹിദായത്ത് നൽകിയതായ റബ്ബേ, അതുകൊണ്ട് ശാന്തിയും സമാധാനവും വിജയവും ഞങ്ങൾക്ക് നീ ഇറക്കി തരണമേ രക്ഷിതാവേ എന്ന് പദ്യത്തിലൂടെ ചൊല്ലി സമാധാനിച്ച് കിടങ്ങ് കുഴിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അവർ കിടങ്ങ് കുഴിച്ച് പദ്യം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവർക്ക് പൊട്ടിക്കാൻ, അവർക്ക് തകർത്താൻ സാധിക്കാത്ത പാറക്കല്ല് വന്നപ്പോൾ, നിങ്ങൾ പൊട്ടിക്കുന്നതായ ആയുധം കാണട്ടെ, അല്ലെങ്കിൽ ആ കോടാളി കാണട്ടെ, ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ലഭ്യതാവരുടെ മുമ്പിൽ വെച്ചിട്ട് പൊട്ടിക്കുന്നു, ഒരു ഇടി ഇടിക്കുന്നു. റസൂൽ പറയുന്നു, അതാ ഫാരിസ് രാഷ്ട്രം, അഥവാ പേർഷ്യക്കാരുടെ നാട് റിപ്പബ്ലിക്കായതായിട്ട് കണ്ടു കഴിഞ്ഞു. റിപ്പബ്ലിക്കായി. രണ്ടാമത്തെ ഇടി ഇടിക്കുന്നു, പൊട്ടിത്തെറിക്കുന്നു. അതാ ഷാം രാഷ്ട്രം അഥവാ റോമൻകാരുടെ നാടുകൾ റിപ്പബ്ലിക്കായതായി കണ്ടു കഴിഞ്ഞു, ആയി എന്നതിലേക്കുള്ള സന്തോഷ വാർത്തയാണ്. മൂന്നാമത്തെ ഇടിക്കുന്നു, അതാ യമനും കീഴടങ്ങി കഴിഞ്ഞു എന്ന് റസൂൽ പറയുന്നു. സന്തോഷ വാർത്ത ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്ന രംഗം, വഴിയിലൂടെ സംസാരിക്കുന്ന രംഗമാണത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് ഓഫറാണ് നമുക്കുള്ളത്? ഇത്രയും ധൈര്യസമേതം സ്വയ നമസ്കാരത്തിൽ ശ്രദ്ധയില്ല, വിനോദത്തോടെ വിനോദം, കളിയോട് കളി, വീട് മുഴുവനും വിനോദം, കാറ് മുഴുവനും വിനോദം, ബിസിനസ്സും അങ്ങനെ തന്നെ. എവിടെ നോക്കിയാലും റബ്ബുമായുള്ള ടച്ചിൽ വീഴ്ചയിൽ വീഴ്ച. നമുക്കെന്ത് പറയാനുണ്ട്? ഇപ്പോഴാണ് NOC വരുന്നതെങ്കിൽ, ഇപ്പോഴാണ് മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നമുക്ക് അവരെ സ്വീകരിക്കാൻ പറ്റുക? അവരെന്ത് പറയുമെന്ന ഖുർആൻ പറഞ്ഞത്? അഴുക്കായ ആത്മാവിന്റെ ഉടമയാണെങ്കിൽ എന്ത് പറയുമെന്നാണ് നാം പഠിച്ചത്. ഇവൻ തന്നെ പലപ്പോഴും ഒരു പക്ഷേ ഇവിടുന്ന് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞു കാണും, ഫീമകുന്തും, എവിടെയായിരുന്നു കൂട്ടരെ നിങ്ങൾ എന്ന് ആ ചോദിക്കുന്ന ശൈലി കാണുമ്പോൾ മൂക്കിലൊക്കെ കൈവച്ചിട്ട് നാം പറയുന്ന ശൈലി. ഇത് ഈ നീചമായ ആത്മാവിന്റെ ഉടമയായിട്ട് എങ്ങനെയാണോ നീ മാറിയത്? നീ എവിടുന്നാണോ വരുന്നത്? തെറ്റോട് തെറ്റ്, പലിശയോട് പലിശ, വ്യഭിചാരത്തോട് വ്യഭിചാരം, തട്ടിപ്പ്, വെട്ടിപ്പ്, അനാചാരം, അക്രമം, പരദൂഷണം, എല്ലാം തെറ്റോട് തെറ്റ്. എന്തൊരു അഴുക്കാണ്, എവിടുന്നാണോ നീ വരുന്നത് എന്ന് മലക്ക് ചോദിച്ചിട്ട് പിൻ സൈഡിലേക്ക് ഇടി. അവരുടെ മുഖത്തേക്കും അവരുടെ പിൻ സൈഡിലേക്കും അള്ളാഹു പറയുന്നു, അടിച്ചുകൊണ്ടാണ് ആത്മാവിനെ പുറത്തിറക്കുക. പരാക്രമികളുടെ ആത്മാവിനെയാണ് ഇറക്കുന്നതെങ്കിൽ വിശുദ്ധ ഖുർആൻ അദീം. എന്നിട്ട് അവർ പറയുന്നതാണ്, ഞങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ശേഷിക്കട്ട ഈമാനിന്റെ ഉടമകളായതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതാണ്. അവരുടെ മറുപടി എന്താണ്? അപ്പോൾ അള്ളാഹു പറയാണ്, ഒരു പക്ഷേ ഈ നിമിഷത്തെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴാണ് മരിക്കുന്നതെങ്കിൽ പരാക്രമികൾ അള്ളാഹു നമ്മെ ആയിരത്തിൽ പെടുത്താതിരിക്കട്ടെ. എന്താണ് അവർക്ക് മറുപടി കിട്ടുന്നത്? അലം തകുൻ അർദുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു ഫിഹാ, നല്ല അന്തരീക്ഷത്തിലേക്ക്, വെടക്ക് അന്തരീക്ഷം, ശേഷിക്കട്ട ഈമാനിന്റെ ഉടമകളാവാൻ നിങ്ങളെ പ്രേരിപ്പിച്ച അന്തരീക്ഷത്തെ ഒഴിവാക്കിയിട്ട് ശക്തിയുള്ള ഈമാനിന്റെ ഉടമകളായി മാറാൻ പറ്റുന്ന അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് ഹിജ്റ പോകാമായിരുന്നില്ലേ? മലക്കളങ്ങനെ ചോദിക്കുമെന്നാണ്. നിങ്ങൾക്ക് ആ ബ്ലൂ ഫിലിം കാണുന്ന റൂം ഒഴിവാക്കിയിട്ട് നല്ല അന്തരീക്ഷമുള്ള സ്വയം നമസ്കരിക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ ചങ്ങാതിമാരുള്ള റൂമിലേക്ക് നിങ്ങൾക്ക് പോകാമായിരുന്നില്ലേ? ഉദാഹരണത്തിന് മനസ്സിലായില്ലേ? അങ്ങനെ ചോദിക്കപ്പെടും മരണവേളയിൽ. ഈ രൂപത്തിലാണ് അശ്ലീലമാക്കി വെച്ചിട്ടുള്ളത് എന്ന് പലരും അവരുടെ ജീവിതത്തെ, അവരുടെ ആത്മാവിനെ, അവരുടെ പരിസരത്തെ, അവരുടെ അന്തരീക്ഷത്തെ. പക്ഷേ സഹാബാക്കളുടെ ജീവിതം നമുക്ക് ആ നിധി കിട്ടിയതിലുള്ള ആവേശം അവർ പറഞ്ഞപ്പോൾ അപ്പടി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ആവശ്യപ്പെട്ട് നൽകി, ഫഅൻസിലൻ സകീനതൻ അലൈനാ വസബ്ബിതിൽ അഖദാമ ഇദ്ലാഖൈനാ. ഞങ്ങൾക്ക് പതരാത്ത പാദത്തോട്, ചിതരാത്ത ചിത്തത്തോട്, ശത്രുക്കളോട് പോരാടാനുള്ളതായ
ഈ ഈമാനിക ആവേശവും നൽകണമേ എന്ന് ആവശ്യപ്പെട്ടത് അതും അല്ലാഹു അവർക്ക് ഇറക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അളീമിൽ يا أيها الذين آمنوا اذكروا نعمة الله عليكم إذ جاءتكم جنود فأرسلنا عليهم ريحا وجنودا لم تروها وكان الله بما تعملون بصيرا. അവിടെ തന്നെ അല്ലാഹു മുമ്പ് സഹായം പറയാണ്. ഏത്? നിങ്ങൾ സത്യവിശ്വാസികളെ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിം ലോകമേ, നിങ്ങൾക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ നേതാക്കളാകുന്ന സഹാബക്കൾക്ക് പണ്ട് ഇറക്കിയതായ വിജയത്തിലേക്കാണ് സൂചന. നിങ്ങൾക്കുമുള്ള വിജയമാണ് അത് എന്നതുകൊണ്ട് നിങ്ങളെ നാമാവശേഷപ്പെടുത്താൻ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഐക്യമുന്നണി ഉണ്ടാക്കിയുകൊണ്ട് ഖൈബറിൽ നിന്നിട്ടുള്ള ജൂതന്മാർ അല്ലെങ്കിൽ ഗസ്ഫാനികൾ, അതുപോലെ തന്നെ നജ്ദിൽ നിന്നിട്ടൊരു വിഭാഗം, അതുപോലെ മക്കൾക്കാർ, പിന്നെ ഒരു ഭാഗത്ത് മദീനയിൽ തന്നെ ആഭ്യന്തര വിപ്ലവം ഉണ്ടാക്കിയതായ എല്ലാ അരമന രഹസ്യ മുസ്ലിങ്ങളെ പരിചയപ്പെട്ടതായ ജൂതന്മാർ എല്ലാവരും കൂടി ഐക്യമുന്നണി ഉണ്ടാക്കിയിട്ട് ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യത്തിൽ വന്നതായ വേളയിൽ അല്ലാഹ് എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചത് എന്നത് നിങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് റബ്ബുൽ ലോകാനുഗന്ധത്തിൽ നമ്മെ ഉണർത്തുകയാണ്. ഈ സംഭവത്തിലേക്ക് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു വന്നത് ഞാൻ ചരിത്രം പറയല്ല. ഈ കൻസ് കിട്ടിയതായ വിഭാഗം കൻസ് കിട്ടിയപ്പോൾ അതിന്റെ വേല അവർക്ക് അറിഞ്ഞതുകൊണ്ട് അവരതിലൂടെ ഇഹലോകത്തിലും ആസ്വദിച്ചു, പരലോകത്തിലും അവർക്ക് ആസ്വദിക്കാമെന്ന് എന്ന സന്തോഷ വാർത്ത ഖുർആനിലൂടെ ഇറങ്ങുന്നു. മുഹമ്മദുർ റസൂലുള്ളയും അവരുടെ കൂടെയും ജീവിച്ചതായ സഹാബാക്കൾ, കടന്നു വിളിച്ചവര്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവര്, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഈ മതത്തെ പ്രചരിപ്പിക്കാൻ, ഈ തൗഹീദിന്റെ വിജയ പതാകയെ പറപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ വിഭാഗം അല്ലദീന മഅഹു, ആരാണവർ? അശിദ്ദാഉ അലൽ കുഫാർ, സത്യനിഷേധികളുടെ മുമ്പിൽ അവര് പോർക്കളത്തിൽ ക്രൂരന്മാരായിരുന്നു. റഹമാഉ ബൈനഹും, മുസ്ലിങ്ങളുടെ ഇടയിൽ അവർ സഹോദരന്മാരായിട്ട് വളരെ വിനയത്തോടു കൂടി ജീവിക്കുന്നവരും ആയിരുന്നു. മുസ്ലിങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും കണ്ടുകൂടാത്ത സ്വഭാവം അവരിലില്ലായിരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അനിസ്ലാമിക തത്വങ്ങളോടോ അനിസ്ലാമിക ചിന്താഗതികളോടോ ഒരു വെറുപ്പുമില്ല, മറിച്ച് വെറുപ്പ് മുഴുവനും പരസ്പരം മുസ്ലിങ്ങളോടാണ്. എന്തുകൊണ്ട്? നിധിയുടെ വില മനസ്സിലാക്കാത്തത് കൊണ്ടും നിധിയെ പറയേണ്ടതുപോലെ പറയാത്തത് കൊണ്ടും ആ നിധി എന്താണ്, എവിടുന്ന് വന്നു, അത് എങ്ങനെ കിട്ടി, അതിന് പകരം ഞാനെന്ത് സമർപ്പിക്കണം എന്നത് മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് കൂട്ടരെ. സഹോദരന്മാരെ, സഹോദരികളെ, പറഞ്ഞു വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ ഈ നിധി അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉടമയായി മാറുക, ഈമാനിന്റെ ഉടമയായി മാറുക, എന്തൊരു മഹാസന്തോഷം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വാഴപ്പഴവും തേങ്ങയും മറ്റും പ്ലേറ്റിൽ വെച്ചിട്ട് പൊട്ടിട്ടുകൊണ്ട് ഇത് പ്രത്യേക ഡ്രസ്സും ധരിച്ചുകൊണ്ട് ബിംബങ്ങളെ കൈകൊണ്ട് നിർമ്മിച്ച ബിംബങ്ങളെ പൂജിക്കാൻ വേണ്ടിയിട്ട് മന്ദളവുമായിട്ട് പോകുന്ന പോക്ക് ലക്ഷങ്ങൾ, മില്യനുകൾ. പിന്നെ വിഭാഗം പശുക്കളുടെ മൂത്രം പാത്തുന്നതിനെ പറമ്പിലൂടെ വർക്കത്തെടുക്കുന്ന പിന്നൊരു വിഭാഗം, അവിടെ സുജൂദും സമർപ്പണവും നടത്തുന്ന പിന്നൊരു വിഭാഗം, പിന്നെ യോനികൾ അന്വയിച്ചിട്ട് അവിടെ പൂജ നടത്തുന്ന പിന്നൊരു വിഭാഗം. അങ്ങനെ മനുഷ്യന്മാർ ബുദ്ധിജീവികളുടെ തൊള്ളുകൊണ്ട് പറയാൻ പറ്റാത്ത രൂപത്തിൽ ആരാധനകൾ സമർപ്പിക്കുന്ന ബഹുഭൂരിപക്ഷത്തിന്റെ മുമ്പിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, പ്രപഞ്ചനാഥനെ ഭയപ്പെട്ടുകൊണ്ട്, ആ പ്രപഞ്ചനാഥന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി, ആ പ്രപഞ്ചനാഥന്റെ സുജൂദ് ചെയ്തുകൊണ്ട്, ആ പ്രപഞ്ചനാഥനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ നമുക്ക് തയ്യാർ ചെയ്തു വെച്ചതായ പരലോകത്തിലുള്ള രക്ഷയെ പഠിച്ച് മനസ്സിലാക്കിയും കൊണ്ട് മുഅ്മിനായി, മുസ്ലിമായി ധൈര്യസമേതം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നത് എന്തൊരു മഹാഭാഗ്യം.